മലക്കപ്പാറയിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ ബസ് സർവീസ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കെ.ജി. ശിവാനന്ദൻ പ്രതിഷേധം നടത്തി. സൗജന്യമായി സഞ്ചരിക്കാൻ അവസരമുണ്ടായതിലും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രം ഈ മേഖലയിലെ ആളുകളുടെ യാത്രാ ക്ലേശം പരിഹരിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രിയദർശിനി ബസ്സുകളിൽ സീറ്റിനേക്കാൾ ഇരട്ടിയിലധികം ആളുകൾ സഞ്ചരിക്കുന്നതാണ്. മലയോര പ്രദേശത്ത്, പ്രത്യേകിച്ച് എയർപിൻ വളവുകളുള്ള ഒരു പ്രദേശത്ത് തിങ്ങി നിറഞ്ഞ ആളുകളുണ്ടാകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ തോട്ടം തൊഴിലാളികളും ആദിവാസികളും തിങ്ങി താമസിക്കുന്ന മലക്കപ്പാറയിൽ നിർത്തലാക്കിയ ബസ് സർവീസ് പുനഃസ്ഥാപിക്കണമെന്നും പുതിയ സർവീസുകൾ ആരംഭിക്കണമെന്നും CPI ജില്ലാ സെക്രട്ടറി കെ.ജി. ശിവാനന്ദൻ ആവശ്യപ്പെട്ടു. യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തോട്ടം തൊഴിലാളി യൂണിയൻ മലക്കപ്പാറയിൽ നടത്തിയ പ്രതിഷേധ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്രക്കാരുടെ എണ്ണം കൂടുതലുള്ളതിനാൽ അപകട സാധ്യത കൂടുതലാണ്. മലയോര മേഖലയിലെ ഈ യാത്രാ പ്രശ്നം സർക്കാർ ഗൗരവത്തോടെ കാണണമെന്ന് സെക്രട്ടറി അധികാരികളെ ഓർമ്മിപ്പിച്ചു. യൂണിയൻ സെക്രട്ടറി TR ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK ശിവൻ, PK റഫീഖ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഹേശ്വരി കാളിരാജ്, വാർഡ് മെമ്പർമാരായ T പരമശിവം, രാജേശ്വരി രഞ്ജിത്ത്, യൂണിയൻ നേതാക്കളായ S ദാസൻ, സ്വാമി തുരൈ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ് തൃശൂർ. നമസ്കാരം. 2026 പകുതിയില് ജെനസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ ഒന്നാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനസിസ് ഗാർഡന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ ഒന്നാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ സെക്കൻഡ് പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.